ഹായ് ഹലോ ഷ്യാബാണേ റോബോട്ടിക്കുന്നത്. ഞാനിന്ന് നിങ്ങളെ മുന്നിലേക്ക് കുറച്ച് ക്രിസ്റ്റ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 6-7 ക്രിസ്റ്റ ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനും അത് പരിചയപ്പെടുത്താനുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് പോകാം. നല്ല നല്ല അടിപൊളി വണ്ടികളാണ്, കാണാൻ മറക്കരുത്. വണ്ടികൾ കാണണം. നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും പറ്റും. അത്രയും ക്വാളിറ്റി വണ്ടികളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മളെ ഫസ്റ്റിലെ വണ്ടിക്ക് നമുക്ക് വരുമ്പോൾ 2016 മോഡലാണ്. G4 മാനുവലിൽ വരുന്ന വണ്ടി. 1,63,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. മേജർ ആക്സിഡന്റ് പോയിട്ട് മൈനർ ആക്സിഡന്റ് പോലും ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. വൈറ്റ് കളറിൽ വണ്ടി ഏറ്റവും ന്യൂ ഷേപ്പ് ടൈപ്പ് 3ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ടയർ ബട്ടൺ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 80-85% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് നമ്മൾ NOC എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് NOC എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടിയിൽ നമ്മൾ NOC നമ്മൾ ഉദ്ദേശിക്കുന്ന വില 11,25,000 രൂപയാണ്. ഇത്രയും കുറച്ചൊരു വണ്ടി ഇനി ഇവിടെ ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു വണ്ടി നിങ്ങൾക്ക് പുറത്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അടുത്ത വണ്ടിയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ സെക്കൻഡ് വണ്ടിക്ക് വരുമ്പോൾ ബോംബെ രജിസ്ട്രേഷനിലാണ്, മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. 2016-17 രജിസ്ട്രേഷൻ. നമ്മൾ നേരത്തെ കാണിച്ചത് HR രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് ബോംബെ രജിസ്ട്രേഷൻ ആണ് വണ്ടി. 16-17 രജിസ്ട്രേഷൻ വണ്ടി. 2,20,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. മേജർ ആക്സിഡന്റോ തട്ടോ മുട്ടോ കാര്യങ്ങളോ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ വണ്ടി നമ്മൾ അതേ സെയിം പ്രൈസിനാണ് നമ്മൾ ചോദിക്കുന്നത്. 11,15 ലക്ഷം രൂപക്ക് NOCയിൽ. ഓൾറെഡി നമ്മൾ മലപ്പുറത്തേക്ക് NOC എടുത്ത വണ്ടിയാണ്. അപ്പോൾ നമുക്കിവിടെ മലപ്പുറത്ത് മാത്രമേ ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ക്വാളിറ്റി ഉണ്ട്. ബട്ടൺ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 80-85% ടയർ ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ ഭാഗം എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് മൂന്നാമത്തെ വണ്ടിയിലേക്ക് പോകാം. അങ്ങനെ മൂന്നാമത്തെ വണ്ടിക്ക് നമ്മൾ വരുമ്പോൾ HR രജിസ്ട്രേഷൻ തന്നെയാണ് വണ്ടി ഉള്ളത്. ഈ വണ്ടി ഓടിയിട്ടുള്ളത് 1,37,000 കിലോമീറ്ററിൻ്റെ അടുത്താണ് വണ്ടി ഓടിയിട്ടുള്ളത്. മേജർ ആക്സിഡന്റോ ഫ്ലഡോ ടോട്ടൽ ലോസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൽ ആദ്യം നമ്മൾ പറയുന്നത് നമ്മൾ ഗ്യാരണ്ടിയാണ്. 15 ദിവസം നമ്മൾ ചെക്കിംഗ് വാറണ്ടി വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻജിൻ, ഗിയർ ബോക്സ്, മേജർ ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങൾക്കുള്ള 15 ദിവസം നമ്മൾ ചെക്കിംഗ് വാറണ്ടി എല്ലാ കസ്റ്റമർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ലോൺ ഇട്ട വണ്ടിക്ക് എങ്ങനെ ചെക്കിംഗ് വാറണ്ടി കൊടുക്കാം? ലോൺ ഇട്ട വണ്ടിക്ക് നമ്മളതിൻ്റെ മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്ത ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോൺ ഇട്ട വണ്ടിയാണെങ്കിൽ ആ ലോൺ ഞാൻ ക്ലോസ് ചെയ്ത് തിരിച്ചെടുക്കുന്നതാണ്. അതിൽ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് 100% ഗ്യാരണ്ടിയാണ്. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ. പിന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ എഗ്രിമെൻറ്റും കാര്യങ്ങൾ എഴുതി തരുന്നതാണ്. അപ്പോൾ ഇതും സെയിം വണ്ടി തന്നെ. 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ ആണ് വണ്ടി. മേജർ ആക്സിഡന്റോ ഫ്ലഡോ കാര്യമൊന്നുമില്ല. 1.30 സംതിങ് ആണ് ഓട്ടോള്. ടയർ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 65-70% ബട്ടൺ ടയറും കാര്യം ഇന്റീരിയർ എക്സ്റ്റീരിയർ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. അങ്ങനെ നമ്മൾ അടുത്ത നാലാമത്തെ വണ്ടിക്ക് പോകാം. അങ്ങനെ നമ്മൾ നാലാമത്തെ വണ്ടിക്ക് വരുമ്പോൾ HR രജിസ്ട്രേഷൻ തന്നെയാണ് വണ്ടി ഉള്ളത്. ഇതൊന്നും നമ്മൾ HR രജിസ്ട്രേഷനുള്ള വണ്ടികളൊന്നും നമ്മൾ NOC എടുത്തിട്ടില്ല. നമുക്ക് ഓൾ കേരള എന്നല്ല, ഓൾ ഇന്ത്യ എങ്ങോട്ടും നമുക്ക് NOC കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. തമിഴ്നാടും കർണാടകയ്ക്കൊക്കെ നമുക്ക് NOC കൊടുക്കാവുന്ന വണ്ടിയാണ്. ഇത് തന്നെ നമ്മൾ ടൈപ്പ് 3ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. 2016-17 രജിസ്ട്രേഷൻ ആണ് വണ്ടി. ഓൾറെഡി ടൈപ്പ് 3ക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ടൺ ടയർ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സെയിം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 70-75%, 80% ടയർ ബട്ടണോ കാര്യങ്ങളുണ്ട്. മേജർ ആക്സിഡന്റോ ഫ്ലഡോ ടോട്ടൽ ലോസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. അതൊക്കെ നിങ്ങൾ ടയോട്ടയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇനി ഒരു ഫിറ്റ്മാനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അത് ടയോട്ടയിൽ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 11,25,000 രൂപയാണ്. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് വണ്ടി പോവാം. നെക്സ്റ്റ് വണ്ടി പോകുമ്പോൾ 2000 സിൽവർ കളറിൽ ബോംബെ രജിസ്ട്രേഷനാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഈ വണ്ടി 2018ആണ്. 2018 വണ്ടി. സിൽവർ കളർ ടൈപ്പ് 3ക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 90-94% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1,48,000 കിലോമീറ്ററാണ്. ജെനുവിനാണ്. തട്ടുമുട്ട റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടി ഓൾറെഡി NOC മലപ്പുറത്തേക്ക് എടുത്ത വണ്ടിയാണ്. വണ്ടി മലപ്പുറത്തേക്ക് NOC എടുത്താണ്. അപ്പോൾ നമ്മൾ മലപ്പുറത്തേക്ക് NOC എടുത്ത വണ്ടി ഈ വണ്ടി നമുക്ക് ഒരു NOCയിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ടാണ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 14,65,000 രൂപയാണ്. എന്തെങ്കിലും നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ നെഗോഷ്യബിൾ ചെയ്തു തരും. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. സിൽവർ കളറാണ്. ടൈപ്പ് 3ക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റോ തട്ടോ മുട്ടോ കാര്യങ്ങളോ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ അടുത്ത വണ്ടിക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വണ്ടിക്ക് പോകുമ്പോൾ പിന്നെ ഇതുവരെ നമ്മൾ മാനുവലാണ്, കുറേ മാനുവലും G4 വേരിയന്റ് വരുന്ന വണ്ടികളാണ്. ഇനി ഇതാ നമ്മുടെ അടുത്ത് ഒരു Z ഓട്ടോമാറ്റിക് ആണ് വണ്ടി.
220 വണ്ടി ഓടിയിട്ടുള്ളത്. ഫസ്റ്റ് ഓണർഷിപ്പിൽ, ഇതൊക്കെല്ലാം ഫസ്റ്റ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടികളാണ് കേട്ടോ. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓൾറെഡി മലപ്പുറത്തേക്ക് NOC എടുത്തിട്ട വണ്ടിയാണ്. മേജർ ആക്സിഡന്റ്, തട്ടുമുട്ട്, റീപ്ലേസ് കാര്യങ്ങൾ നോ നെവർ. അപ്പോൾ ടയർ കാര്യങ്ങളൊക്കെ ഒരു 80-85% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ ഫുൾ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി ഓൾറെഡി നമ്മൾ NOC എടുത്തിട്ടുള്ള വണ്ടിയാണ്. മലപ്പുറത്തേക്ക് NOC എടുത്തിട്ടുള്ള വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 16,75,000 രൂപയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോവാം. പിന്നെ അടുത്ത് വരുമ്പോൾ ഇതാ വണ്ടി 2017 മോഡൽ വി വേരിയന്റിൽ വരുന്ന വണ്ടി, മാനുവലിൽ വി വേരിയന്റിൽ വരുന്ന ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി. 1,30,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ വാങ്ങലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ടയർ ബട്ടന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതേപോലെ തന്നെ 80-85% ടയർ കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ള വണ്ടിയാണ്. 1,30,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. വേറെ മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. അതിലൊക്കെ നമ്മൾ നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന വണ്ടികളാണ്. അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ NOCയിൽ ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 13,25,000 രൂപയാണ്. എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് NOC എടുത്തു തരാൻ പറ്റുന്ന പ്രൈസാണ്. അപ്പോൾ ഇപ്പം ഈ കാണുന്ന ഇത്രയും ക്രിസ്റ്റ നമ്മുടെ കയ്യിൽ ഇപ്പോഴത്തെ തന്നെ ഒരു 6 ക്രിസ്റ്റോളം ഇപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് റെഡിയിലുണ്ട്. അതുപോലെ തന്നെ ഒരു 10-16 ക്രിസ്റ്റോൾ നമുക്ക് ഇപ്പം ഇറങ്ങാൻ റെഡിക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് പോയാലും ഇതേ പ്രൈസിൽ വരുന്ന, ഇനി ഇത് പുതിയ ലോട്ടുകൾ വരുന്ന വണ്ടിക്ക് ഇതിലും 10-15 കുറച്ച് തരാൻ പറ്റുന്നുണ്ട്. ആ രൂപത്തിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന വണ്ടികൾ ഇനി നമുക്ക് ഇറങ്ങാനും പോകുന്നുണ്ട്. അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം. ഓക്കെ, നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് നമ്മളെ വിജയം. നിങ്ങളെ സപ്പോർട്ടില്ലേ നമ്മളൊരു വിജയമില്ല. അപ്പോൾ ഓക്കെ, വീണ്ടും സന്ധ്യയ്ക്കും പറയും വണക്കം.